കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ച പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുമ്പളൊക്കെ സെറ്റായിട്ടുണ്ട്, അത്യാവശ്യം വളർന്ന് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് പിണക്കത്തിലായിട്ടൊരു സാധനത്തെ ഞാൻ കാണിച്ചു തരാം. ജാക്കി പോവാ പോരാട്ടോ. ബാ ജാക്കി കാണിച്ചു തരാം. ഞാൻ സന്തോഷം പ്രകടനമാണ് ഇനി കാണുള്ളത്. എനിക്ക് തോന്നണത് അവൻ ആ വഴി പോയെന്നാണ്, അതാണ് അവസ്ഥ. ഇതാണ് അവൻ്റെ സന്തോഷ പ്രകടനം. ഇനിയും പേരുണ്ട്, കാണിച്ചു തരാം. അവനൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്, കണ്ടില്ലേ? ഇതാണ് അവൻ്റെ സന്തോഷം. ടർസിൻ്റെ വണ്ടിക്ക് വരാനുള്ളത്. ഇപ്പം ഇതാണ് പണി. എന്താ, പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണം വീട്ടിൽ ടർസിൽ വരിക, ഞങ്ങൾ രണ്ടുപേരും. എന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കലാണ് പ്രധാന ഞങ്ങളുടെ ഹോബി. പിന്നെ എനിക്കത് ഇഷ്ടമാണ്, അവനും അത് ഇഷ്ടമാണ്. കാരണം അവനങ്ങനെയാണല്ലോ സ്വാതന്ത്ര്യം കുറച്ച് കിട്ടുക കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് അവൻ്റെ അവസ്ഥ. ആളൊരു പാവാണ്, അങ്ങനെ കാര്യമായിട്ട് ഉപദ്രവകാരികളൊന്നും അല്ല. പക്ഷെ ചില സമയത്ത് ഇവൻ നമ്മളെ തന്നെ കടിക്കും. പിന്നെ കൂട്ടിയെ കയറാൻ പറഞ്ഞാൽ അവനത് ഒട്ടും ഇഷ്ടമില്ല. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് സോപ്പിട്ട് ഇതതുപോലെ വന്ന് നിൽക്കും. അതാണ് മെയിനായിട്ട് പുള്ളിയുടെ ഹോബി. പിന്നെ ഇങ്ങനെ നടക്കാൻ കൂടെ അത് അവന് നല്ല ഇഷ്ടമാണ്. ജാക്കിയെ കൂട്ടിൽ കയറാം വേണ്ടേ? ഇവിടെ നിന്നാൽ മതിയോ? ആൾക്ക് ഇവിടെ പിടിച്ചു. ഇവിടെ നിൽക്കാമല്ലേ? ആൾക്ക് ഇങ്ങനെ കിടന്ന് നടക്കുക, ഇതാണ് ആളുടെ മെയിൻ ഹോബി. ബാ നടക്കും, ബാ.